ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൽക്കാല ലാഭത്തിനു വേണ്ടിയുള്ള അവസരവാദപരമായ നിലപാടാണ് UDFന്റേതെന്ന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിലപാട് മാറ്റുന്നുവെന്ന് VD സതീശനും തിരിച്ചടിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് നാടിന്റെ നന്മയും ഭാവിയും കരുതാത്ത പൂർണ്ണ അവസരവാദപരമായ നിലപാട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിച്ചു. സമൂഹത്തിലെ വലിയ വിഭാഗം അകറ്റി നിർത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പാണക്കാട്ടെ പ്രമുഖ തങ്ങന്മാർ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. എന്താണ് പോവാതിരുന്നതെന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലീഗ് അറിയാതെയാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് കരുതാനാവില്ല. ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ, അദ്ദേഹം പോയിരുന്നുവെന്ന്. എന്തേ പോകാതിരുന്നത്? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? വന്ന മാറ്റം കഴിഞ്ഞ 9 വർഷമായി LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിച്ച മുഖ്യമന്ത്രി ഓന്തിന്റെ നിറം മാറുന്നതുപോലെ നിലപാട് മാറ്റുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. ഇതെന്താ ഇപ്പൊ പച്ചയ്ക്ക് വർഗീയത പറയാണ് CPM. പച്ചയ്ക്ക് വർഗീയത. CPM കേഡറുകളോട് സ്ക്വാഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനാണ്. എന്നാൽ LDF PDP കൂട്ടുകെട്ടിനെയും UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെയും ഒരുമിച്ചെതിർക്കുകയാണ് BJP. PDPക്ക് വന്ന മാറ്റം എന്തെന്ന് MV ഗോവിന്ദനും ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചതെന്ന് സതീശനും വ്യക്തമാക്കണമെന്ന് MT രമേശ് പറഞ്ഞു. VD സതീശന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി നേതാക്കന്മാർ ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല, ഞങ്ങൾ ദീനിന്റെ ഭരണം ആഗ്രഹിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ, നിലമ്പൂർ.